Hello guys, welcome back to Xylem Learning. It's me, VK. +2 ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. നിങ്ങൾ +2 എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് ഓണം എക്സാമിന്, ക്രിസ്മസ് എക്സാമിന്, ഈവൻ ദോ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പോലും ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളുമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് പോകാം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലേക്ക്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ മീനിങ് തന്നെയാണ്. അപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത് ആണ്. ദീസ് പ്രിൻസിപ്പിൾസ് സെർവ് ആസ് എ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ ആൻഡ് ആക്ഷൻ ഓഫ് മാനേജേഴ്സ്. അപ്പം എന്താണ് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ചെയ്യുന്നത്? അതായത് ഒരു മാനേജർക്ക് ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫണ്ടമെന്റൽ സ്റ്റേറ്റ്മെന്റുകളെയും അല്ലെങ്കിൽ സെർട്ടൻ ഗൈഡ് ലൈൻസിനുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തേക്ക് നമ്മൾ കടക്കേണ്ടത് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതായത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അപ്പൊ നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാം യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ആണ്. എന്താണ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യാം? ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട്. ഇനി അടുത്ത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ അല്ലെ. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പെരിമെന്റേഷനിലൂടെയും ഒബ്സർവേഷനിലൂടെയുമാണ്. ഇനി അടുത്തത് ജനറൽ ഗൈഡ് ലൈൻസ് ആണ് അല്ലെ. അതായത് പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ. ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലെക്സിബിൾ ആണ് അല്ലെ. ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഒരു മാനേജർക്ക് ഓരോരോ ടാസ്ക് വെച്ചുകൊണ്ട് ആ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാം? അവരുടെ കൺസേൺ അനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇനി അടുത്തത് മെയിൻലി ബിഹേവിയറൽ. അതായത് എപ്പോഴും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എയിം ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ് ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യന്റോട് കൂടിയിട്ടും എഫക്റ്റീവ്നെസ്സോട് കൂടിയിട്ടും ഗോൾ അച്ചീവ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും അവരുടെ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ട് എയിം ചെയ്യുന്നത്. അടുത്തത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അടുത്തത് കണ്ടിജന്റ്. കണ്ടിജന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. ഓരോ സിറ്റുവേഷനും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഒരു സ്ഥാപനത്തിന് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, വേറെ സ്ഥാപനത്തിന് മറ്റൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. സോ ആ ഡിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് അവർക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് ചോദിക്കാറുള്ളത്. മക്കളെ ഒരു 3 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. 3 മാർക്കിനും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെ. ഒന്നാമത്തെ ഇമ്പോർട്ടൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കിട്ടും? എന്ത് ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏത് പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് കിട്ടുന്നു. അടുത്തത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വേസ്റ്റേജ് ഇല്ലാതെ അല്ലെ. എത്രയാണ് അവർക്ക് റിസോഴ്സസ് എല്ലാം ആവശ്യമുള്ളത്? ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, മറ്റ് റിസോഴ്സുകളെല്ലാം എത്രയാണ് ആവശ്യമുള്ളത് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം തന്നെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേഷനും ഈ പറയുന്ന പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നു? സഹായകമാകുന്നു. ഇനി അടുത്ത സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെ. സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളും അല്ലെ ഈ പറയുന്ന പോലെ തന്നെ എക്സ്പെരിമെന്റേഷനിലൂടെയും ഒബ്സർവേഷനിലൂടെയും ഒക്കെ തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡും ഈ പറയുന്ന പോലെ തന്നെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താണ്? കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നു. സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻസിൽ എത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്.
ഇനി അടുത്ത് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി. ലൈക്ക് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് ചാപ്റ്റർ നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫാക്ടേഴ്സിനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കും, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി അടുത്ത് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി പറ്റും, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത് മാനേജ്മെന്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതായത് ഒരു എംപ്ലോയീസിനെ ഒരു മാനേജ്മെന്റിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ കൊണ്ടുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു എംപ്ലോയിനെ ഒരു മാനേജ്മെന്റിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും റിസർച്ചിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായകമാവുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഭാഗത്ത് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ടാണ് മക്കൾ ചോദിക്കാറുള്ളത്. ഓക്കെ, ഷോർട്ട് എസ്സേ പോലെ ചോദിക്കാറുണ്ട്. ഒരു 4 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 6 പോയിന്റ് ഉണ്ട്, 4 എണ്ണമെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് FW ടൈലർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്, അതായത് സയന്റിഫിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. അപ്പോൾ FW ടൈലർ എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ 1 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അതാണ്, ആരാണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് ചോദിക്കാറുണ്ട്. മക്കളെ ഓർത്ത് വെച്ചോണം, ആരാണ്, FW ടൈലറിനെയാണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്, അതായത് ദാറ്റ് വർക്ക് ഷുഡ് ബി സ്റ്റഡീഡ് സയന്റിഫിക്കലി ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അതായത് നമ്മളൊരു കാര്യം നല്ല രീതിയിൽ, ശരിയായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ശരിയായ രീതി കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെസ്റ്റ് വഴി എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലെ. കറക്റ്റായിട്ട് പഠനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സയന്റിഫിക് ആയിട്ട് നമ്മൾ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബെറ്റർ വേ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. സോ ഹിസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഹെൽപ്പ് ടു ഇൻക്രീസ് എഫിഷ്യൻസി, റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസും ഇദ്ദേഹത്തിന്റെ ടെക്നിക്സും എന്തിനൊക്കെ സഹായമാവുന്നുണ്ട്, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായമാവുന്നു, ഒപ്പം തന്നെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി സഹായകമാവുന്നു, ദെൻ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, സഹായകമാവുന്നതാണ് പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, സയൻസ് ആണ് നോട്ട് റൂൾ ഓഫ് തം അല്ലെ. സയൻസ് ആണ് ഇദ്ദേഹം കണ്ടുപിടിച്ച സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആക്ച്വൽ സയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല, ഗസ് വർക്ക് അല്ല, റൂൾ ഓഫ് തം അല്ല അല്ലെ. നമുക്ക് സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡുകളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ആരോ പറയുന്ന ഓരോരുത്തർ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സയന്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടായിരിക്കണം ഒരു ടാസ്ക് എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി ഐക്യം അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് മാനേജ്മെന്റിലും തമ്മിൽ എന്ത് വേണം, ഐക്യം വേണം അല്ലെ. രണ്ടുപേരും എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം, രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ തിങ്ക് ചെയ്യുന്നതിന് നമ്മൾ മെന്റൽ റവല്യൂഷൻ ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. വ്യക്തികൾക്ക് അല്ലെ, വ്യക്തികളുടെ ഇൻട്രസ്റ്റിന് ഇവിടെ വാല്യൂ ഇല്ല, മാനേജ്മെന്റിൽ വാല്യൂ ഇല്ല. നേരെ മറിച്ച് എന്താണ് വേണ്ടത്, കോപ്പറേഷൻ, ടീം വർക്ക് ആണ് ഉണ്ടാവേണ്ടത്. ഇനി അടുത്ത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി വർക്കർ. അതായത് ഒരു എംപ്ലോയിയെ നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് FW ടൈലർ പറയുന്നത്, ഈ പറയുന്ന എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നത് മുതൽ അവർക്ക് എന്ത് കൊടുക്കണം, സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡുകളും ടെക്നിക്സിലൂടെ ആയിരിക്കണം ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്, ഈ പറയുന്ന FW ടൈലർ അഭിപ്രായപ്പെടുന്നത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ, എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് 4 എണ്ണമാണുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചോദ്യം പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ളത്. സോ മക്കളെ ആദ്യത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചിരിക്കട്ടോ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫസ്റ്റ് ടെക്നിക്ക് എന്താണ്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഫങ്ഷൻ ഫോർമാൻഷിപ്പ് എന്ന മെത്തേഡ് കൊണ്ട് FW ടൈലർ ഉദ്ദേശിക്കുന്നത്, അതായത് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ, സ്പെഷ്യലിസ്റ്റുകളാവുക. ആരാണ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ടാസ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കുക അല്ലെ. ഒരു മേഖലയിൽ നമ്മൾ ഉന്നത കാര്യം അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നോളേജ് ഉള്ള ആൾ അല്ലെ, സ്പെഷ്യൽ നോളേജ് ഉള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക, സ്പെഷ്യലിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കാറുള്ളത്. സോ സ്പെഷ്യലിസ്റ്റുകൾ, സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായത് കൊണ്ട് തന്നെ നമ്മുടെ FW ടൈലർ ഒരു മെത്തേഡാണ് കോൺട്രിബ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ഒരു മെത്തേഡ് പ്രകാരം ഒരു എംപ്ലോയിയെ
എട്ട് സ്പെഷ്യലിസ്റ്റ് ഫോർമാൻസ് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ഹിസ് മെത്തേഡ്. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യാണ്, ഫാക്ടറി മാനേജറെ പ്ലാനിങ് ഇൻചാർജിന്റെ കീഴിലും പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴിലും എന്ത് ചെയ്യാണ്, അപ്പോയിന്റ്മെന്റ് ചെയ്യാണ്. അതായത് ഇവർക്ക് കീഴിൽ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ എന്നീ 4 സ്പെഷ്യലിസ്റ്റ് ഫോർമാൻസിനെ എവിടെ കൊണ്ടുവന്നു, പ്ലാനിങ് ഇൻചാർജിന്റെ കീഴിൽ കൊണ്ടുവന്നു. അറ്റ് ദ സെയിം ടൈം പ്രൊഡക്ഷൻ ഇൻചാർജിന് കീഴിൽ ഈ പറഞ്ഞ സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ ഇങ്ങനെ 4 സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാരെ പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴിലും എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പൊ ഇവർ 8 ആളുകൾ കൂടി ചേർന്നിട്ടാണ് ആരെ സൂപ്പർവൈസ് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ വർക്കർ എന്ത് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ആണെങ്കിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻ കാർഡ് എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. റൂട്ട് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുന്നു, സീക്വൻസ്, ഒരു ടാസ്ക് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിന്റെ സീക്വൻസ് എന്ത് ചെയ്യുന്നു, ഡിറ്റർമൈൻ ചെയ്ത് കൊടുക്കുന്നു. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്ന സമയത്ത് ടൈം ടേക്കൺ അല്ലെ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു, ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് എ പെർട്ടിക്കുലർ ടാസ്ക്, കംപ്ലീറ്റിംഗ് എ ടാസ്ക് എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്, ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒപ്പം തന്നെ അതിന് എത്ര ചെലവാകുന്നു, കോസ്റ്റ് എത്രയാണ് വരുന്നത് കണ്ടുപിടിച്ച് കൊടുക്കുന്നു. ഡിസിപ്ലിനറി എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ഡിസിപ്ലിൻഡ് മാനറിലാണോ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് ആരാണ്, ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ സ്പീഡ് ബോസ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അല്ലെ, നമുക്ക് അല്ലെ കറക്റ്റ് സ്പീഡിലാണോ വർക്കുകളൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നത് കറക്റ്റ് സ്പീഡിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗാങ് ബോസ് എന്ന് പറയുന്ന സമയത്ത് ടൂൾസും മെഷീനറീസും ഒക്കെ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. റിപ്പയർ ബോസ് എന്താ ചെയ്യുക, മെയിൻ്റനൻസ് ആണ് അല്ലെ, ടൂൾസ് ആൻഡ് മെഷീനറീസിന്റെ മെയിൻ്റനൻസ്. ഇൻസ്പെക്ടർ എന്താ ചെയ്യുക, ക്വാളിറ്റി എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു അല്ലെ, ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളാണ് ഇൻസ്പെക്ടർ ആണ്. സോ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ കോഡ് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ശ്രദ്ധിക്കേണ്ടത്, പ്ലാൻ ചെയ്യുന്നത് ആരാണ്, പ്ലാൻ ചെയ്യുന്നത് ക്ലർക്കുമാരാണ്. എങ്ങനെ, ഡിസിപ്ലിൻഡ് മാനറിൽ. അങ്ങനെ ഓർക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അല്ലാതെ പ്ലാൻ ചെയ്യുന്നത് ക്ലർക്കുമാരായിരിക്കും, എങ്ങനെ, ഡിസിപ്ലിൻഡ് മാനറിൽ. ഇനി പ്രൊഡക്ഷൻ ചെയ്യുന്നത് ബോസുമാരാണ്, അത് ചെക്ക് ചെയ്യുന്നത് ഇൻസ്പെക്ടറാണ്. ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടെക്നിക്സിലേക്ക് പോകാം. അതായത് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സെർട്ടൻ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക, അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ഓഫ് അൺനെസസറി ആക്ടിവിറ്റീസ്, അൺനെസസറി ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് 10 രൂപയുടെയും 20 രൂപയുടെയും മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് ഒരു കമ്പനി സെയിൽ ചെയ്യുന്നത് വിചാരിക്കുക. നേരെ മറിച്ച് 5 രൂപയുടെ മിനറൽ വാട്ടർ, 15 രൂപയുടെ മിനറൽ വാട്ടർ, 1.5 ലിറ്ററിന്റെ മിനറൽ വാട്ടർ, അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോവാതെ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡോടുകൂടി എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ സിംപ്ലിഫിക്കേഷൻ എന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് ഒരു കറക്റ്റ് ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ടാസ്കിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ മെത്തേഡ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക അല്ലെ. സ്റ്റഡിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡൂയിങ് എ പെർട്ടിക്കുലർ ആൻഡ് സെലക്ടിങ് ദ ബെസ്റ്റ് വേ ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതാണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് ഈ പറയുന്ന FW ടൈലർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് മക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പം മെന്നിന്റെയും മെറ്റീരിയൽസിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലേ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് അല്ലേ. മൂവ്മെന്റ്സ് ഓഫ് ദി വർക്കർ വൈൽ ഡൂയിങ് എ ജോബ്. The aim is to eliminate unnecessary movements and make work easier and faster. അല്ലേ, അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡി പറയുന്നത്. ഇനി ടൈം സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു വർക്കർ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു, ദാറ്റ് ഈസ് ഈ പറയുന്ന ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു വർക്കർ ABC 3 വർക്കേഴ്സ് ഉണ്ട്. ഒരാൾ 5 മിനിറ്റ് കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, ഒരാൾ 4.5 മിനിറ്റ്, ഒരാൾ 5.5 മിനിറ്റ്. അങ്ങനെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്, 5 മിനിറ്റ്. ഒരു ആവറേജ് ബേസിൽ ടൈം എടുക്കുന്നു. അങ്ങനെ 5 മിനിറ്റ് സ്റ്റാൻഡേർഡ് ടൈം എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു അല്ലേ. ഇനി നമുക്ക് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് ഒരു വർക്കർ സാധാരണ 8 മണിക്കൂർ 9 മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു 8 മണിക്കൂർ 9 മണിക്കൂറായിരിക്കും ഇദ്ദേഹം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടതുണ്ട്, റെസ്റ്റ് ഇന്റർവെൽസ് കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പം 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് കയറുന്നു, അതിനുശേഷം ഒരു ബ്രേക്ക് കൊടുക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കാൻ ബ്രേക്ക് കൊടുക്കുന്നു, പിന്നെ ഈവനിങ്. അങ്ങനെ കൃത്യമായിട്ട് ഇടവേളകൾ കൊടുക്കേണ്ടതുണ്ട്. സോ റെസ്റ്റ് ഇന്റർവെൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എത്രയാണ് റെസ്റ്റ് ഇന്റർവെൽസ് ഒരു എംപ്ലോയി ഒരു വർക്കർ എടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി. ഇനി ഡിഫറൻഷ്യൽ പീസ് വേ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 7ാമത്തെ ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പീസ് വേ സിസ്റ്റം. ഇത് പറയുന്നത് ആരാണ് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ, ആരാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ് അവർക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് FW ടൈലർ.
ടൈലർ. അതുകൊണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ 50 പീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസിന് ₹1 വെച്ചാണ് കിട്ടുക. നേരെ മറിച്ച് 100 പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.2 പെർ യൂണിറ്റ് എന്ത് ചെയ്യും ഇവർക്ക് കിട്ടുന്നത്? ₹120 ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ആരാണ് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യണം? കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം. അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റത്തിലൂടെ FW ടൈലർ ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് FW ടൈലറുമായി ബന്ധപ്പെട്ട ടെക്നിക്സും പ്രിൻസിപ്പിൾസും ഉള്ളത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്കാണ്. നിർബന്ധമായിട്ടും ചിത്രം ആ ഒരു ഡയഗ്രാം വരയ്ക്കാനും അറ്റ് ദ സെയിം ടൈം അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഓരോ ഫോർമാൻസും ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഹെൻറി ഫയലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഹെൻറി ഫയലോ ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണ്? എൻഷുർ എഫിഷ്യൻസി, സ്റ്റെബിലിറ്റി ആൻഡ് സക്സസ്. അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ തന്നെ ഹെൻറി ഫയലോ ഈ പറയുന്ന 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആദ്യത്തെ പ്രിൻസിപ്പിളിലേക്ക് നോക്കുക മക്കളെ. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന പ്രിൻസിപ്പിളാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന പ്രിൻസിപ്പിൾ പ്രകാരം നമ്മുടെ ഹെൻറി ഫയലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം എല്ലാ ജോലികളും ഒരാൾ എന്ത് ചെയ്യരുത്? ഏൽപ്പിക്കരുത്. വർക്കുകൾ പ്രോപ്പറായിട്ട് ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചും ഓരോരുത്തരുടെ എബിലിറ്റിക്ക് അനുസരിച്ചും പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഓരോരുത്തർക്കും ഓരോ വർക്കുകളിലും അവരുടെ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇനി രണ്ടാമത്തേത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് അല്ലെ. ഒരാളോട് ഒരു ഓർഡർ കൊടുക്കുക, ഒരു കമാൻഡ് ചെയ്യാനുള്ള ഒരു പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതോറിറ്റി എന്ന് വിളിക്കുക. അപ്പൊ എന്താ റെസ്പോൺസിബിലിറ്റി? നമ്മളെ ഒരു ടാസ്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു സബോർഡിനേറ്റിനോ ടാസ്ക് ഏൽപ്പിക്കുന്നു, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ്? ഒബീഡിയൻസ് ആണ് നമുക്ക് പറയാം അല്ലെ. വർക്ക് കൃത്യമായിട്ട് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുക, അതാണ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നു. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയി വരുന്ന സമയത്ത് ആ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്തിരിക്കണം. അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി യൂണിറ്റി ഓഫ് കമാൻഡ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഒരു സബോർഡിനേറ്റ് അറ്റ് എ ടൈമിൽ ഒരു സുപ്പീരിയറിന് മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു സബോർഡിനേറ്റ് അറ്റ് എ ടൈമിൽ ഒരു സുപ്പീരിയറിന് മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരുപാട് ആളുകൾ ഓർഡേഴ്സ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് വർക്കാണ് ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കില്ല. അറ്റ് ദ സെയിം ടൈം ആരിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കുന്നത് തിരിച്ച് അങ്ങോട്ട് മാത്രമേ റിപ്പോർട്ടബിൾ ആവാൻ വേണ്ടി പാടുള്ളൂ. ക്ലിയർ? ഇനി അടുത്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എക്സാമിന് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അതെന്ത് ചെയ്യാൻ നോക്കി വെച്ചേക്കുക. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഒരു ഓർഗനൈസേഷന് ഒരു പ്ലാനും ഒരു ഹെഡ് മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. എന്താണ്? ഒരു ഓർഗനൈസേഷന് ഒരു പ്ലാനും ഒരു ഹെഡ് മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. ഒരുപാട് പ്ലാനുകളും ഒരുപാട് ഹെഡുമാരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റിയും പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അല്ലേ. സോ ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇനി അടുത്തതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് താല്പര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ ഗോൾസിനല്ല എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഹെൻറി ഫയലോ പറയുന്നത്. ഇനി അടുത്ത റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കണം അല്ലേ? പേയ്മെന്റ് ഈ പറയുന്ന എംപ്ലോയീസിന് അല്ലെ ഫെയർ ആയിട്ടുള്ള പേയ്മെന്റ്സ് എന്തായിരിക്കണം? എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ച് നിങ്ങൾ ഓർമ്മയില്ലേ? അപ്പം ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോവർ ലെവൽ ഉണ്ട്. അപ്പം സെൻട്രലൈസേഷൻ കേന്ദ്രീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെവലിൽ മാത്രം ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം. അതായത് ഈ പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസിഷൻ മേക്കിംഗ് പവർ കോൺസെൻട്രേറ്റഡ് ഓൺ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് പവർ എന്ത് ചെയ്യുന്നു? ഓരോ ലെവൽസിലേക്കും ലൈക്ക് മിഡിൽ ലെവലിലോട്ട് ലോവർ ലെവലിലോട്ട് ഡെലിഗേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം. അതാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട് ഹെൻറി ഫയലോ പറയുന്നു. ഇനി അടുത്തതാണ് സ്കാലാർ ചെയിൻ അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് സ്റ്റാർ ഇട്ട് വെക്കുന്നു. സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി, അതായത്
ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് ലെവൽ എംപ്ലോയീസ് ഉണ്ടാവും, മിഡിൽ ലെവൽ എംപ്ലോയീസ് ഉണ്ടാവും, ലോവർ ലെവൽ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് ലെവൽ എംപ്ലോയീസ് എന്താ ചെയ്യുക? പ്ലാൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നു, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? മിഡിൽ ലെവലിലേക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നു. മിഡിൽ ലെവൽ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നു, എന്നിട്ട് ലോവർ ലെവലിലേക്ക് എത്തിക്കുന്നു. ലോവർ ലെവലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഫോളോ ചെയ്തിരിക്കണം അല്ലെ. സുപ്പീരിയർ സബോർഡിനേറ്റർ ആയിട്ടുള്ള ആ ഒരു ഹൈറാർക്കിയൽ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു പൊസിഷൻ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? സ്കാലാർ ചെയിൻ എന്ന് വിളിക്കുന്നത്. സ്കാലാർ ചെയിൻ ചിത്രവും സാർ ഇവിടെ കൊടുക്കുന്നുണ്ട് മക്കളെ. ഈ ചിത്രം എന്ത് ചെയ്യുക? അതിന് കൂടെ വരച്ച് വെക്കുക അല്ലെ. ഇത്തരത്തിലുള്ള ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഉണ്ട്. ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി അല്ലെ. ഇതിപ്പോൾ ഇങ്ങനെ അല്ലെ, സബോർഡിനേറ്റ് സുപ്പീരിയേഴ്സ് ഇങ്ങനെ താഴെ വരുന്നുണ്ട്. അപ്പം ഇനി എമർജൻസി ആയിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ ഫോർമൽ ലൈൻസിലൂടെ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എമർജൻസി സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൻറി ഫയൽ മറ്റൊരു കാര്യം കൂടി ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് ഗാങ് പ്ലാൻ. അതായത് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഒരു ഗാങ് പ്ലാൻ ഫോം ചെയ്തുകൊണ്ട് എമർജൻസി സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഗാങ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഓർഡർ അല്ലെ. ആളുകളും അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ ഒരു സ്ഥലത്തായിരിക്കണം. അതാണ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. മെൻ ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി അറ്റ് വൺ പ്ലേസ് അറ്റ് കറക്റ്റ് ടൈം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ആളുകളും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? ഒരൊറ്റ സ്ഥലത്തായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ബുദ്ധിമുട്ടോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല അല്ലേ. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അസംസ്കൃത വസ്തുക്കളിലും റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒക്കെ തൊട്ടടുത്ത് തന്നെ എന്താണ്? റിക്വയർഡ് ആക്കണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇനി ഇക്വിറ്റി അല്ലെ. ഇക്വിറ്റി മീൻസ് എന്താ? ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം അല്ലെ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യണം. അതൊരു മാനേജേഴ്സ് എപ്പോഴും എന്താണ്? ഒരു പക്ഷാപാതം അല്ലെങ്കിൽ രണ്ടുപേരെയും വേർതിരിച്ച് കാണണം അങ്ങനെയൊന്നും പാടില്ല. എല്ലാവരും എന്താണ്? ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു മാനേജർ. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് മക്കളെ, അതായത് എംപ്ലോയീസിനെ നമ്മൾ ഒരു ദിവസം ഒരു ജോലി കൊടുക്കുന്നു, പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ജോലി കൊടുക്കുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ജോലി കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു എംപ്ലോയി നമ്മളൊരു പൊസിഷനിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യരുത്? ജോലി ഇങ്ങനെ മാറ്റി കൊടുക്കരുത്. പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയാണ് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യരുത്? അവരുടെ ജോബ് എന്ത് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ചിലപ്പം അത് നല്ലപോലെ ചെയ്തു വരികയായിരിക്കും, അപ്പോഴായിരിക്കും വേറെ പൊസിഷനിലേക്ക് മാറ്റുന്നത്. സോ എഫിഷ്യൻസി ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അല്ലേ. സോ ഷുഡ് ബി ജോബ് സെക്യൂരിറ്റി ആൻഡ് ലോ എംപ്ലോയി ടേൺ ഓവർ അല്ലെ. ജോബ് സെക്യൂരിറ്റി എന്ത് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുന്നത്. ദെൻ ഇനീഷ്യേറ്റീവ്, അതായത് എംപ്ലോയീസിന് അവർ പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ എപ്പോഴും എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അതായത് എംപ്ലോയി ഷുഡ് ബി എൻകറേജ്ഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് സജസ്റ്റ് ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് എന്ത് കൊടുക്കണം? ഈ പറയുന്ന പെർട്ടിക്കുലർ ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലോ അവർക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന സജഷൻസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒരുക്കി കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി അവർക്കുള്ള ഒരു സ്കോപ്പ് അവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ദെൻ എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന 14ാമത്തെ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഒരു ടീം സ്പിരിറ്റ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഹെൻറി ഫയൽ അഭിപ്രായപ്പെടുന്നത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടീം എഫേർട്ട് ആണല്ലോ. അപ്പോൾ ഈ ടീം എഫേർട്ട് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു മാനേജർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ടീമിനോട് എപ്പോഴും എന്ത് പറയണം? കോൺവെർസേഷനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ അനുസരിച്ച് എപ്പോഴും അദ്ദേഹം എന്ത് പറയണം? ഇൻസ്റ്റെഡ് ഓഫ് എനിക്ക് മാത്രം എന്നതിന് പകരം വി, നമുക്കൊന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം, എപ്പോഴും വി എന്ന് എന്ത് ചെയ്യണം? പ്രൊനൗൺസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ടീം സ്പിരിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയുമാണ് മക്കളെ നമുക്ക് 14 പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു സംശയം ഉണ്ടായിരിക്കും, സാർ ഇത്രയും പ്രിൻസിപ്പിൾസ് 14 പ്രിൻസിപ്പിൾസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ എങ്ങനെയാ മുഴുവൻ പഠിച്ചെടുക്കുക, പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യമാണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളത് ഒരു 4 പ്രിൻസിപ്പിൾസ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാറില്ല, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8 മാർക്കിൽ കൂടില്ല, അതുകൊണ്ട് 7 മാർക്കിന് വരെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു എസ്സേ ക്വസ്റ്റൻ ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 14 പ്രിൻസിപ്പിൾസും ഇൻ കേസ് ഒരു പോയിന്റ് മാത്രം എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു കോഡ് യൂസ് ചെയ്യാം. കോഡ് വളരെ സിമ്പിൾ ആണ് മക്കളെ, ഓർത്ത് വെച്ചേക്കാം. എന്താണ് കോഡ്? ദാറ്റ് ഈസ് DAD-UC അല്ലെ. DAD-UC-USSR OIC എന്ന കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ 14 പ്രിൻസിപ്പിൾസും നമുക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. സോ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ ആ ചിത്രങ്ങളൊക്കെ, അതായത് പ്രിൻസിപ്പിൾസും ടെക്നിക്സും എക്സ്പ്ലെയിൻ ചെയ്ത ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡ്സിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചെയ്യുക? അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് നടക്കുകയാണെങ്കിലും ഓണം എക്സാം ആണെങ്കിലും ഈവൻ ദോ നിങ്ങളുടെ ഫൈനൽ എക്സാം ആണെന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.